സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളുടെ വിതരണം നാളെയോടെ സർക്കാർ ആരംഭിക്കുകയാണ്. നമുക്ക് ലഭിക്കുന്നത് ഡിസംബർ മാസം വിതരണം ചെയ്യുന്ന 1600 രൂപ ആനുകൂല്യമായിരിക്കും. പെൻഷൻ തുക ഇനി 2025 ജനുവരി മാസം മുതൽ മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ സാക്ഷ്യപത്രങ്ങൾ ഹാജരാക്കാനുള്ള പ്രധാന അറിയിപ്പ് സർക്കാർ പുറപ്പെടുവിച്ചു കഴിഞ്ഞു. രേഖകൾ ഹാജരാക്കിയില്ല എങ്കിൽ നമുക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടും. വിവിധ മേഖലകളിൽ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് സ്ത്രീ ഗുണഭോക്താക്കൾക്ക് ഇപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ കൂടി വന്നിട്ടുള്ളത്. വിധവാ പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ, അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ സ്കീമിൽ ആനുകൂല്യങ്ങൾ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. 2025 ജനുവരി 1 60 വയസ്സിനോ അല്ലെങ്കിൽ അതിന് മുകളിലോ പ്രായമെത്തുന്നവർ ഈ കാര്യങ്ങൾക്ക് വേണ്ടി രേഖകൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല. അല്ലാത്തവർക്കെല്ലാം ഈ നിയമം ബാധകമാണ്. അവർ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം. 2024 ഡിസംബർ മാസം 31 തീയതി വരെയാണ് സർക്കാർ സമയം അനുവദിച്ചിട്ടുള്ളത്. അതിനു മുൻപ് തന്നെ ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ, അത് അക്ഷയ ആവാം അല്ലെങ്കിൽ മറ്റ് കോമൺ സർവീസ് സെൻ്ററുകളോ ജനസേവാ കേന്ദ്രങ്ങളോ വഴി നമ്മൾ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയുള്ള അപേക്ഷകൾ സമർപ്പിക്കണം. വില്ലേജ് ഓഫീസർ അനുവദിക്കുന്ന നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ആധാറിൻ്റെ ഒരു കോപ്പി കൂടി ചേർത്ത് വേണം നമ്മളുടെ പഞ്ചായത്തിൽ ഇത് ഏൽപ്പിക്കാൻ. പഞ്ചായത്തിൽ നിന്ന് ഉദ്യോഗസ്ഥരാണ് പിന്നെ ഇത് സേവനയുടെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. 2025 മുഴുവൻ നമുക്ക് പെൻഷൻ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ഈ രേഖകൾ സമർപ്പിച്ചേ മതിയാകൂ. എന്നാൽ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കൾക്കൊന്നും ഇത് സമർപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് വാർദ്ധക്യകാല പെൻഷൻ അനുവദിക്കുന്നത്. ഇനി അത് മാത്രമല്ല, പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം, അതായത് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം 2025 മുതൽ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. 2025 മാർച്ച് ഏപ്രിൽ മാസങ്ങളുടെ ആയിരിക്കും രേഖകൾ സമർപ്പിക്കേണ്ടത്. ഇതിനെ സംബന്ധിച്ച് സർക്കാർ പിന്നീട് അറിയിപ്പ് നൽകുന്നതായിരിക്കും. നിലവിൽ ഇനി എല്ലാ വർഷങ്ങളിലും വരുമാന സർട്ടിഫിക്കറ്റ് പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ തദ്ദേശ വകുപ്പ് മന്ത്രി MP രാജേഷ് ഉൾപ്പെടെ അറിയിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് ഇനി മുതൽ എല്ലാ മാസങ്ങളിലും പെൻഷൻ നൽകുന്ന സമയത്ത് ഫേസ് മസ്റ്ററിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാകും. നിലവിൽ ബാങ്ക് അക്കൗണ്ടിൽ തുക സ്വീകരിക്കുന്നവർക്ക് ഈ നിയമം ബാധകമാകില്ല. കാരണം കൃത്യമായിട്ട് ഗുണഭോക്താവിൻ്റെ അക്കൗണ്ടിലേക്കാണ് സഹായം എത്തിച്ചേരുന്നത്. ഗുണഭോക്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ അക്കൗണ്ട് നിർജ്ജീവമാക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൈകളിൽ തുക സ്വീകരിക്കുന്നവർ അത്തരം തട്ടിപ്പുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി, അനർഹമായിട്ട് ആരും വാങ്ങുന്നില്ല എന്ന് കൃത്യമായിട്ട് സർക്കാരിന് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഫേസ് മസ്റ്ററിംഗ് നിർബന്ധമാക്കുന്നത്. അത് നമ്മൾ തുകയൊന്നും തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കൈകളിലേക്ക് പെൻഷൻ നൽകുന്ന സർക്കാരിൻ്റെ ജീവനക്കാർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് നമ്മുടെ വീടുകളിൽ എത്തിച്ചേരുമ്പോൾ ഇവരുടെ കയ്യിലുള്ള പ്രത്യേക ഡിവൈസ് വഴിയായിരിക്കും നമ്മുടെ ഫേസ് മസ്റ്ററിംഗ് നിർവഹിക്കുന്നത്. ഈ സംവിധാനം 2025 തന്നെ കൊണ്ടുവരും. അത് നമ്മുടെ വീടുകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കായിരിക്കും ബാധകമാകുന്നത്. പെൻഷൻ പരിശോധന വിവിധ മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ കടുത്ത നടപടികളിലേക്ക് സർക്കാർ നീങ്ങുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു ഗഡു പെൻഷനാണ് അനുവദിച്ചിട്ടുള്ളത്. 27 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഡിസംബർ 23 തീയതി നമുക്ക് തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിപ്പ് നൽകിയിട്ടുള്ളത്. 23, 24 തുടങ്ങിയ തീയതികളിൽ തന്നെ അക്കൗണ്ടിലേക്ക് വിതരണം പൂർത്തിയാക്കാനുള്ള ക്രമീകരണമാണ് സർക്കാർ ചെയ്യുന്നത്. 25 തീയതി പൊതു അവധിയാണ്. പിന്നീട് 26 തീയതി മുതലാണ് വീണ്ടും വിതരണം ആരംഭിക്കുന്നത്. കൈകളിലേക്ക് തുക സ്വീകരിക്കുന്നവർ ശ്രദ്ധിക്കുക, എല്ലാ മേഖലകളിലേക്കും ചിലപ്പോൾ 25 മുൻപ് വിതരണം എത്തിച്ചേരണമെന്നില്ല. അതിനുശേഷവും വിതരണമുണ്ട് എന്നൊരു കാര്യം ഓർത്തു വയ്ക്കുക. 26, 27 തീയതികളിലെല്ലാം ഇത്തരത്തിൽ കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്ക് ഈ ആനുകൂല്യം എത്തിച്ചേരുന്നതായിരിക്കും. മസ്റ്ററിങ്ങോ മറ്റ് ക്രമീകരണങ്ങളോ ഇപ്പോഴല്ല, അതെല്ലാം പിന്നീട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്, സർക്കാരിൻ്റെ പുതിയ അറിയിപ്പുകളാണ്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എല്ലാവരിലേക്കും അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.